Hello, my dear children. Good morning. Welcome to chemistry class. Today we are going to learn about salts. In the previous sections, we have seen the formation of salts during various reactions. So let us understand more about their preparation, properties, and uses. We know that when an acid and a base reacting together, salts and water are formed, isn't it? അല്ലേ, ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താലും സാൾട്ടും വാട്ടറാണ് ഉണ്ടാവുക. ഇൻ ദീസ് ഒക്കേഷൻസ് salts of a strong acid and a strong base are neutral with a pH value of 7. അതായത് ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസുമാണ് തമ്മിൽ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതുണ്ടാക്കുന്ന സാൾട്ട് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് എന്താണ്? 7 ആയിരിക്കും. നമുക്കറിയാം ദ ന്യൂട്രൽ സൊല്യൂഷൻ ഹാസ് ദ പി എച്ച് 7. വെൻ എ സാൾട്ട്സ് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ് ആർ ആസിഡിക് വിത്ത് പി എച്ച് വാല്യൂ ലെസ് ദാൻ 7. ഇനിയൊരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉണ്ടാവുന്ന സാൾട്ട് എന്ന് പറയുന്നത് ആസിഡിക് ഇൻ ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ആസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. അതിൻ്റെ പി എച്ച് വാല്യൂ ഇറ്റ് ഈസ് ലെസ് ദാൻ 7. അത് 7 കുറവായിരിക്കും. വെൻ എ സ്ട്രോങ് ബേസ് ആൻഡ് എ വീക്ക് ആസിഡ് ആർ റിയാക്ടിങ് ടുഗദർ, that salts are basic in nature, its pH value greater than 7. ഇനി ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, ആ സാൾട്ടിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് ഇൻ നേച്ചർ ആയിരിക്കും, വിത്ത് പി എച്ച് വാല്യൂ മോർ ദാൻ 7. അപ്പോൾ അതിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 7 കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സാൾട്ട്സിൻ്റെ നേച്ചർ. വെൻ എ സാൾട്ട് formed by the reaction, its pH value depending upon the nature of acids or bases. Okay. Then we are going to learn more detail about some kind of salts. That first one, sodium chloride. It is very familiar for us. That is edible salt. Sodium chloride, that is edible salt. By the combination of hydrochloric acid and sodium hydroxide, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും രണ്ടും എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ആസിഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അതെന്താണ്? സ്ട്രോങ് ബേസാണ്. സോ ദാറ്റ് സാൾട്ട് ഇറ്റ് ഈസ് ന്യൂട്രൽ. ഇറ്റ് വിൽ ബി ന്യൂട്രൽ and its pH value is equal to 7. So sodium chloride, that is a neutral salt. Sodium chloride is a neutral salt. Sodium chloride is the salt that we use in food. Okay. Children, seawater contains many salts dissolved in it. Sodium chloride is separated from these salts. Deposits of solid salt are also found in several parts of the world. These large crystals are often brown due to impurities. This is called rock salt. അല്ലേ, ബ്രൗൺ കളറിലായിരിക്കും നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന സാൾട്ട്. അതെന്താണ്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഇംപ്യൂരിറ്റീസ്. ഓക്കെ, ഇതിനെ പറയുക റോക്ക് സാൾട്ട് എന്നാണ് പറയുക. റോക്ക് സാൾട്ട് അതാണ് പിന്നെ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ we are check what are the important uses or sodium chloride used as a raw material for various for making various chemicals. അതായത് കോമൺ സാൾട്ട് സോഡിയം ക്ലോറൈഡ് അത് എന്തിനു ഉപയോഗിക്കുന്ന കുറേ കെമിക്കൽസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയലാണ് ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്.
The common salt obtained is an important raw material for various materials of daily use such as sodium hydroxide, baking soda, washing soda, bleaching powder and many more. അപ്പോൾ സോഡിയം ക്ലോറൈഡാണ് ഒരു റോ മെറ്റീരിയൽ. ഏതൊക്കെ കെമിക്കൽസ് ഉണ്ടാക്കാൻ? ഇമ്പോർട്ടൻറ്റ് കെമിക്കൽസ് സച്ച് ആസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, bleaching powder and many more other salts. Okay, let us see how one substance is used for making all these different substances. Okay, first one, sodium hydroxide. Sodium hydroxide means caustic soda. Sodium hydroxide or caustic soda. എങ്ങനെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മളുടെ കോമൺ സാൾട്ടിൽ നിന്ന് ഉണ്ടാകുന്നതെന്നാണ് നോക്കുന്നത്. Children, when electricity is passed through an aqueous solution of sodium chloride, it decomposes to form sodium hydroxide. When we are passing electricity through aqueous solution of sodium chloride. Aqueous solution of sodium chloride is known as Brin solution എന്നാണ് പറയുക. When we passed electricity through Brin solution, it decomposes to form sodium hydroxide. This process is called the chlor-alkali process because the products formed during this reaction are chlorine and alkali. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷനിൽ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ക്ലോറിൻ ഉണ്ട്, ഒരു ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് തന്നെയാണ് അല്ലേ? വാട്ടർ ഡിസോൾവിങ് ബേസിനെയാണ് എന്ത് പറയുക? ആൽക്കലി എന്ന് പറയുക. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ക്ലോർ-ആൽക്കലി പ്രോസസ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, ക്ലോറിൻ ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. when we pass electricity through Brin solution or an aqueous solution of sodium chloride, the products are sodium hydroxide, chlorine and hydrogen gas. So this process is known as chlor-alkali process. This process is known as chlor-alkali process. ഓക്കെ, അപ്പോൾ 3 പ്രൊഡക്റ്റാണ് ഉണ്ടാവുന്നത്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അത് ഡീകമ്പോസ് ചെയ്തിട്ട് ഏതൊക്കെ ഉണ്ടായിരിക്കും? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ 3 പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇതിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബേസാണ് അല്ലേ? നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമേഷനാണ് നോക്കുന്നത്. എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നതാണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ 3 പ്രൊഡക്റ്റ് ഉണ്ടാവും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലോർ-ആൽക്കലി പ്രോസസ്സ്. വാട്ട് ഇറ്റ് ഈസ്? ക്ലോർ-ആൽക്കലി പ്രോസസ്സ്. ക്ലോറിൻ ഉണ്ടാവും, ആൽക്കലി ഉണ്ടാവും, അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ക്ലോർ-ആൽക്കലി പ്രോസസ്സ് എന്ന് പറയുന്നത്. During this reaction, chlorine gas is given off at the anode. ആനോഡിലാണ് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവുക. ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് ദ കാഥോഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഈസ് ഫോംഡ് നിയർ ദ കാഥോഡ്. കാഥോഡിൻ്റെ അടുത്തായിട്ടാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാവുക. The 3 products produced in this process are all useful. വളരെ യൂസ്ഫുള്ളായ പ്രൊഡക്ട്സ് ആണ് ഇത് മൂന്നും. You can see the picture, the uses of various components of these reactions. Okay, first one, what it is? Hydrogen gas, it is used for making hydrochloric acid and it used as fuels, and it is used for making margarine oil, and it also used for making ammonia. ഓക്കെ, ഇതിലൊക്കെ എന്തുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. ഇനി ക്ലോറിൻ ഗ്യാസ്, ഇറ്റ് ആൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്വിമ്മിംഗ് പൂൾ ടു ഡിസിൻഫെക്റ്റൻ ദ വാട്ടർ. ഓക്കെ, ആൻഡ് it is used for making polyvinyl chloride and it also used for making CFCs and pesticides. The last one, sodium hydroxide, it is used for
degreasing metals, and it is used for making soaps and detergents, and it is used in paper industry for paper making, and it also used for making artificial fibers like rayon. Okay, these are the different uses of these products. All are very useful products, and this process is known as chlor-alkali process. Chlor-alkali process.